السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان. صدق الله مولانا العظيم. جاء جبريل عليه السلام إلى رسول الله صلى الله عليه وسلم فقال: ما تعدون أهل بدر فيكم؟ قال: من أفضل المسلمين. قال جبريل عليه السلام: كذلك من شهد بدرا من الملائكة شفيعنا رسول الله. وخالط الصلحاء نلت الصلاح بهم فإنهم في وجوه الأرض يقمار وعلموا أمة محمد. ബഹുമാനപ്പെട്ട ശൈഖുന അവറുകളെ, പ്രിയപ്പെട്ട സാദാത്തുമാരെ, ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സുദീർഘമായ ഒരു സംസാരമല്ല. അൽഹംദുലില്ലാ, ഈ മഹത്തായ മജ്ലിസിൽ, ഇവിടെ മജ്ലിസുൻ നൂർ തുടക്കം കുറിക്കുകയാണ്. മജ്ലിസുൻ നൂറിൻ്റെ കേരള അമീർ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമ്മലുൽ മഹാനവറുകൾ ഇവിടെ വരും, നമുക്ക് നസീഹത്ത് ചെയ്തു തരും. അതിൻ്റെ മുമ്പായി ഈ മജ്ലിസുൻ നൂറിൻ്റെയും ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെയും ഒക്കെ മഹത്വം അല്പസമയം സംസാരിക്കുകയാണ്. അസ്ഹാബുൽ ബദറിൻ്റെ ഹക്ക് കൊണ്ട് റളിയല്ലാഹു തആല അൻഹും അവരെ ഹക്ക് ജായ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. അവരുടെ ഹക്ക് ജായ ബർക്കത്ത് കൊണ്ട് സതുദ്ദേശങ്ങളൊക്കെ അള്ളാഹു സന്തോഷത്തോടെ പൂർത്തീകരിച്ച് തരട്ടെ. ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബദരീങ്ങളെപ്പറ്റി പറയാൻ ഈ നാവിന് അത് എന്താ പറയുക, ആ ബഹുമാനപ്പെട്ട ബദരീങ്ങൾ വലിയ മഹാന്മാരാണ്. അവരെപ്പറ്റി പറയുമ്പോൾ അതബുകേടില്ലാത്ത രൂപത്തിൽ സംസാരിക്കണം. വലിയ മഹത്വമാണ് അവർക്കുള്ളത്. അത് മജ്ലിസിനോട് തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അള്ളാഹു ദീർഘായുസ് ആഫിയത്തോടെ നൽകട്ടെ. മഹാനവറുകളുടെ ആ പുണ്യനാവിലൂടെ മജ്ലിസിനോട് തുടങ്ങിക്കോളെന്ന് പറഞ്ഞോടുകൂടി ആദ്യമൊക്കെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തുടങ്ങി, അങ്ങനെ തുടക്കം SY സുന്നി സംഘാണ് കാര്യമായിട്ട് അത് നടത്തിയത്. പിന്നെ അങ്ങനെ അത് വളർന്ന് ഇപ്പം മഹല്ലുകളിലൊക്കെ മജ്ലിസുൻ നൂറായിപ്പോയി. അത് ബദരീങ്ങളുടെ ഒരു കറാമത്തും പാണക്കാട്ട തങ്ങളുടെ പരിശുദ്ധ നാവ് കൊണ്ട് പറഞ്ഞൊരു ബർക്കത്തും ആയിരിക്കും. എവിടൊക്കെ മജ്ലിസുൻ നൂറുണ്ട് അവിടൊക്കെ ഭയങ്കര ജനാണ്. അത് തടഞ്ഞു നിർത്താൻ പറ്റാത്ത വിധം അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആത്മീയതയിലേക്ക് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബഹുമാനപ്പെട്ട പാണക്കാട്ട തങ്ങൾ അവറുകൾ ഒരാത്മീയത നൽകിയത് തന്നെയാണത്, ഒരു സംശയം അതിലില്ല. പല വ്യാജ വഴികളിലേക്കും മനുഷ്യൻ തെറ്റിപ്പോകുമ്പോൾ
ഒരു മനസ്സമാധാനത്തിനും മഹാന്മാരുമായുള്ള ഒരു മഅയ്യത്തും അത് വളരെ ആവശ്യമാണ്. അതിന് ഏറ്റവും നല്ലത് ബഹുമാനപ്പെട്ട ബദരീങ്ങളെ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആയിരിക്കണം തങ്ങളവറുകൾ മജ്‌ലിസിനോട് തുടങ്ങാൻ പറഞ്ഞത്. മാത്രമല്ല ആഖിബത്ത് നന്നാവാനും അങ്ങനത്തെ മഹാന്മാരൊപ്പം കൂടണം. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. മജ്‌ലിസ് നൂറിന്റെ അവസാനത്തെ വരികളിൽ വരുന്ന ഒരു ജവാബാണത്. അവസാന സമയത്ത് ഇബ്ലീസ് വരും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും രൂപത്തിലാണ് അവന് വരിക എന്നാണ്. എന്നിട്ട് ഉപ്പയല്ലേ ഞാൻ ഉമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ വഴിപിഴപ്പിക്കും. ആ സമയത്ത് ആത്മീയമായ ബന്ധമുണ്ടെങ്കിൽ ബദരീങ്ങളുമായി റളിയല്ലാഹുവിനും അവരുമായി ബന്ധമുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു ആത്മീയ ബന്ധം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ദുആയാണത്. ദാഹം വളരെ ശക്തിയായ സമയത്ത് ഇവൻ വന്നുകൊണ്ട് ആളെ വഴിപിഴപ്പിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ബഹുമാനപ്പെട്ട ബദരീങ്ങളെ സഹായം നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള മഹാന്മാർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അല്ലാമ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പരിശുദ്ധ സൂറത്ത് അൽ ബഖറയുടെ തഫ്സീറിൽ അതിൻ്റെ ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന് മരിക്കാൻ പോകുന്ന സമയത്ത് അവരെ മഹാന്മാരെ സുഹബത്തും അവരെ ഒരു ആത്മീയതയും അവർക്ക് ലഭിക്കും. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച സ്വഹാബത്തുണ്ട്. തങ്ങൾ വഫാത്തായതിനു ശേഷം ഇപ്പോൾ ഞാൻ കാണുന്നു, എൻ്റെ തങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞ് മരിക്കുന്ന സമയത്ത് പറഞ്ഞ ആളുകളുണ്ട്. അത് നിയന്ത്രണമാണ്, അത് ആത്മീയമായ നിയന്ത്രണമാണ്. അത് കിട്ടും. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഗഫലത്തിൽ നടന്നിട്ട് കാര്യമില്ല. മഹാന്മാരുമായുള്ള മഅയ്യത്ത് വേണം. അത് മരണപ്പെട്ടവരായിരുന്നാലും ബഹുമാനപ്പെട്ട ബദരീങ്ങൾ അവർ ഹയ്യാണ്, അവരെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അവർ മരിച്ചു എന്ന് പോലും നിങ്ങൾ പറയരുത്, അവർ മരിച്ചു എന്ന് പോലും നിങ്ങൾ വിചാരിക്കാൻ പോലും പാടില്ലെന്നാണ് പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനമുള്ളത്. അത്ര വലിയ പദവിയാണ് അവർക്കുള്ളത്. കാരണം സഹോദര സഹോദരിമാരെ, അവർ ചെയ്ത ത്യാഗം അത്ര വലുതായിരുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടില്ല. നമുക്കെന്ത് ബുദ്ധിമുട്ടുള്ളത്? നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അവരൊക്കെ ചെയ്ത ത്യാഗവും പ്രയാസവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻഹും, ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ആ ബദരീങ്ങളുടെ ഒരു ചെറിയ സംഭവത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം 13 കൊല്ലം മക്കയിൽ എല്ലാ നിലക്കും പ്രയാസം സഹിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അടികിട്ടിട്ട് ബോധം കെട്ടിട്ടുണ്ട്. വൈകുന്നേരം വരെ ബോധം തെളിയാതെ കടന്നിട്ട് ബനൂ തൈം കബീലയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കബീലക്കാർ. എല്ലാവരും കൂടി വട്ടം കൂടി. ആരാണ് അടിച്ചത്? ആ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പിന്നെ അടിച്ച ആളെ ഞങ്ങൾ കൊല്ലുമെന്ന് ഗോത്രക്കാർ പറഞ്ഞു. ആകെ പ്രശ്നമായി. ചുരുക്കി പറഞ്ഞാൽ ബോധം തെളിഞ്ഞ സമയത്ത് ഉമ്മ വന്നുകൊണ്ട് മോനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പം എന്താ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു പറഞ്ഞറിയോ? ഉമ്മ, ഞാൻ വെള്ളം കുടിക്കൂല, എനിക്കെൻ്റെ മുത്തുനബിയെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് അടി കിട്ടുന്ന സമയത്തിൻ്റെ തൊട്ടടുത്ത് റസൂലുള്ളാഹി ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോൾ ബോധം തെളിഞ്ഞ സമയത്ത് എൻ്റെ ഹബീബിനെ കൂടെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കൂല. എനിക്ക് എൻ്റെ മുത്തുനബിയെ കാണാൻ ഞാൻ വെള്ളം കുടിക്കൂല. അങ്ങനെ രാത്രിയായി, മഗ്‌രിബായി, രാത്രിയായി, വെള്ളം കുടിച്ചില്ല. മോനെ മണിക്കൂറുകൾ ബോധം കെട്ട് കിടന്നല്ല, കുടിക്കൂ എന്ന് പറഞ്ഞു. ഉമ്മൊക്കെ വന്നു, വെള്ളം കുടിക്കൂല അമ്മ, എനിക്ക് എൻ്റെ മുത്തുനബിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാതെ ഞാൻ വെള്ളം കുടിക്കൂല. അങ്ങനെ താങ്ങിയെടുത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കബീലക്കാർ താങ്ങിയെടുത്തിട്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങളെ കണ്ടതിന് ശേഷം വെള്ളം കുടിച്ചത് അത് മറ്റൊരു സംഭവം. ഞാൻ പറയുന്നത് അവരൊക്കെ സഹിച്ച ത്യാഗം. അടികിട്ടി വീണു. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചെവിക്ക് രക്തം ഒലിച്ചു. പലപ്പോഴും പല പ്രയാസങ്ങളായി. 13 കൊല്ലം അങ്ങനെയാണ്. പിന്നീടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അതും കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു, എല്ലാം ഒഴിവാക്കി മുഹാജിരീങ്ങളായി അവർ മദീനയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെയൊക്കെ ആയിട്ടും ഈ ശത്രുക്കളില്ലേ, അവരടങ്ങുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്തണം. അങ്ങനെയുള്ള ശ്രമത്തിലാണ്. അപ്പോഴാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു എന്ന് പറയണം, കാരണം പിന്നെ മുസ്ലിമായ മഹാനാണ്, സ്വഹാബിയാണ്. അന്ന് മുസ്ലിം ആയിട്ടില്ല. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവട സംഘം പോവുകയാണ്. മജ്‌ലിസുന്നൂർ ആരംഭിക്കാൻ അതിൻ്റെ ഉദ്ഘാടന സദസ്സായതുകൊണ്ടാണ് ചെറിയ രൂപത്തിൽ ആരാണ് ഈ ബദരീങ്ങൾ റളിയല്ലാഹു തആല അൻഹും എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുകയാണ്.
അബൂ സുഫിയാൻ നേതൃത്വത്തിൽ കച്ചവട സംഘം, ആ കച്ചവട സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം നല്ല ലാഭം കിട്ടിയതിന് ശേഷം ആ ലാഭമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളെ ഇല്ലാതെയാക്കണം, സ്വഹാബത്തിനെ നശിപ്പിക്കണം. ഇതാണ് ലക്ഷ്യം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. തങ്ങൾ സ്വഹാബാക്കളോട് മുഷാവറ നടത്തി. ആ കച്ചവട സംഘം നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. അതുകൊണ്ട് നമുക്കവരെ തടയലില്ലാതെ വേറെ മാർഗമില്ല. അതാണ്, അത് യുദ്ധത്തിൻ്റെ തന്ത്രം കൂടിയാണ്. ഒരു സാമ്പത്തികമായ ഒരു ക്ഷീണം വരുത്തിയാലേ അവർ അടങ്ങുമെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അത്ര ഒരു പ്രയാസഘട്ടത്തിലാണ്. അങ്ങനെ മർദ്ദിച്ചതാണ്. മദീനയിൽ പോയിട്ട് പോലും ഒരു സുഖം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ചു അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ തടയാൻ. ചുരുക്കി പറഞ്ഞാൽ അവരത് വഴി മാറി വേറെ വഴിക്ക് വന്നു. അത് കച്ചവടമൊക്കെ കഴിഞ്ഞ് സിറിയയിൽ കച്ചവടമൊക്കെ കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്നു അബൂ സുഫിയാൻ. പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി സ്വഹാബത്തും തങ്ങളും പോകുന്നുവെന്ന വിവരം ഖുറൈശികൾ അറിഞ്ഞു. അപ്പോഴാണ് ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ലംലം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മക്കയിലേക്ക് ഓടി വന്നു. ഒട്ടകപ്പുറത്ത് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്ത പണി ഒട്ടകത്തിൻ്റെ ചെവി അങ്ങ് കീറി, മൂക്കങ്ങ് ചെത്തി. എന്നിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കീറി. എന്നിട്ട് അലറി ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് നമ്മളെ തടയാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വലിയ ചാൻസായി അബൂജഹലിന്. അബൂജഹൽ കുറേ ആളുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഓരോ ഒട്ടകങ്ങളും കുതിരകളും ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്നാൽ പിന്നെ നമ്മൾ ശരിയാക്കാന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അബൂ സുഫിയാൻ സംഘവും സുരക്ഷിതമായി മക്കയിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഖുറൈശികൾ പലരും പറഞ്ഞു, നമുക്കിനി മുഹമ്മദിനെ തടയണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് യുദ്ധം വേണ്ട, നമ്മളൊന്നും ആക്രമിക്കേണ്ട, കാരണം നമ്മുടെ കച്ചവട സംഘം സുരക്ഷിതമായി തിരിച്ചു വന്നല്ലോ. അബൂജഹൽ പറഞ്ഞു, ഇല്ല, ഞാൻ നശിപ്പിക്കും, ഞാൻ അവരെ തകർക്കും. അള്ളാഹുവിൻ്റെ ഖദർ ഖലാ നടക്കാൻ പോവുകയാണ്. അബൂജഹലിൻ്റെ അന്ത്യത്തിലേക്ക് അബൂജഹൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നശിപ്പിക്കും ഞാൻ, ആരും പിന്തിരിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു സംഘം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. അങ്ങനെ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകട്ടെ നല്ലപോലെ ശ്രദ്ധിക്കണേ, മുത്തുനബി ആകട്ടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതല്ല, ഒരു കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി മാത്രം പോയതാണ്. 313 240ഓളം വരുന്ന ബഹുമാനപ്പെട്ട അൻസ്വാരികളാണ്. ബാക്കി വരുന്നവർ മുഹാജിരീങ്ങളും പാവങ്ങളാണ്. ഏതായിരുന്നാലും 313 സ്വഹാബത്ത് നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ ബദറിൻ്റെ ആ ഭാഗത്ത് അവിടെ അവർ തമ്പടിച്ചു. രണ്ടു കൂട്ടരും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ഇടക്ക് ഈ ഖുറൈശികൾ എത്ര ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പല ആളുകളെയും തങ്ങൾ വിട്ടിട്ടുണ്ട്. വലിയ ഒരുപാട് പറയേണ്ടതാണ്, ഞാൻ ചുരുക്കി അവതരിപ്പിക്കാം. പല ആളുകളും വിട്ടിട്ട് അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട് അവരെത്ര പേരുണ്ടെന്നൊക്കെ. അവരാണെങ്കിൽ കള്ളു കുടിച്ചിങ്ങനെ ആടി എന്തൊക്കെയോ പാട്ടൊക്കെ പാടി അങ്ങനെ വലിയ ധൈര്യത്തിൽ ഊക്കിലാണ് വരുന്നത്. ഇതോടുകൂടി ഇവിടെ ഇതെല്ലാം നശിപ്പിക്കണമെന്ന താല്പര്യത്തിലാണ് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുപക്ഷം എല്ലാം തയ്യാറായി എന്നറിഞ്ഞപ്പോൾ സ്വഹാബത്തിനൊക്കെ കൂട്ടിയിട്ട് തങ്ങളിങ്ങനെ സ്വഹാബാക്കളെ മുഖത്തേക്ക് നോക്കി, തീരുമാനമെടുക്കണമല്ലോ, യുദ്ധത്തിനൊരുങ്ങണമല്ലോ, ആയുധങ്ങളുമായി ഒന്നും വന്നതല്ല. അപ്പോഴാണ് തങ്ങളെ നോട്ടം കണ്ടപ്പോഴാണ് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് മുഹാജിറാൻ, മഹാനവർകൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളിങ്ങനെ നോക്കുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു, ഞങ്ങൾ അഭിപ്രായം അറിയാനായിരിക്കുമല്ലേ? അല്ലാഹുവിൻ്റെ ഹബീബേ, ഞങ്ങൾ തയ്യാറാണ്. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞതുപോലെ മൂസാ നബി യുദ്ധം ചെയ്യാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം തയ്യാറായപ്പോൾ മൂസാ നബിൻ്റെ ജനത പറഞ്ഞു, മൂസേ, നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബനി ഇസ്രായേൽക്കാർ പറഞ്ഞതുപോലെ പറയുന്ന ആളുകളല്ല ഞങ്ങളെന്ന് സയ്യിദുനാ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ഒരുങ്ങി നബിയെ, നിങ്ങൾ എന്താ പറഞ്ഞാൽ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൗം പറഞ്ഞമാതിരി പറയില്ല. അങ്ങനത്തെ ഈമാനായിരുന്നു. ബദ്രീങ്ങളെ പറ്റിയേ പറയുന്നത്. ബദ്രീങ്ങൾപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. തങ്ങൾക്ക് സമാധാനമായില്ല. തങ്ങൾ പിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന അൻസാരികളെ ഭാഗത്തേക്കാണ്. അൻസാരികളെ കൂട്ടത്തുനിന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റുന്നോട് ചോദിച്ചു, നിങ്ങളെ നോട്ടം കണ്ടിട്ട് അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ നോക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകണം, ഞങ്ങളെക്കൊള്ള അൻസാരികളെ അഭിപ്രായം അറിയാനാണോ?
ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലാഹുവിൻ്റെ റസൂലെ, ഒരു വലിയ സമുദ്രം, ഒരു സമുദ്രത്തിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ ചാടാൻ തയ്യാറാണ് നബിയെ, ഞങ്ങൾ ധൈര്യത്തോടെ നിങ്ങളെ കൂടെ ഉണ്ടാകും. അപ്പോൾ സമാധാനമായി. അൻസാരികൾ മുഹാജികളൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. കയ്യിൽ ആയുധമൊന്നും അല്ലാതല്ലെങ്കിലും ഈമാൻ ഉണ്ടല്ലോ, അത് വലിയ വിഷയമാണ് സഹോദരങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈമാൻ ഉണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കും. അള്ളാഹു ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ സ്വഹാബത്തൊക്കെ റെഡിയായി നിൽക്കുമ്പോൾ അവിടെ ബദൽ കിണറുണ്ട്, 1-2 കിണറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കിണറിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ഒരു സഹാബി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ എവിടെ, അള്ളാഹിൻ്റെ ഓർഡറാണ് ഇവിടെ തന്നെ നിൽക്കണം, കുറച്ചുകൂടി അപ്പുറത്ത് പോയാൽ കുറച്ചുകൂടി നല്ല വെള്ളം കിട്ടുന്ന സ്ഥലം, അങ്ങോട്ട് നീങ്ങിക്കൂടാന്ന് ചോദിച്ചു. അങ്ങനെ ആ നിർദ്ദേശപ്രകാരം കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങി. അതിനു പുറമേ ആണെങ്കിൽ അവിടെ പൊതുവെ വെള്ളം കുറഞ്ഞ പ്രദേശമായതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമം വന്നു. ആകെ പ്രയാസപ്പെട്ടു. നോക്കണം, അള്ളാഹുവിൻ്റെ പരീക്ഷണം. അള്ളാഹുവിലേക്ക് അടുത്താൽ സുഖം മാത്രം എന്നാരും കരുതണ്ട, പരീക്ഷണങ്ങൾ പല നിലക്കുണ്ടാകും. ബഹുമാനപ്പെട്ട ബദരീങ്ങൾക്കാണ് പരീക്ഷണം വരുന്നത്, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നു. അപ്പോൾ ഇതെന്താണ് ചിലർക്ക് സംശയിപ്പിക്കാൻ വരെ ഇബ്ലീസ് അവിടെ പണിയെടുത്തു, പല ഈ വിശ്വാസം ഉണ്ടാക്കാൻ. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന മഴ വന്നു. കണ്ടോ, അള്ളാഹുവിൻ്റെ സഹായം വരും. കുറച്ചൊരു പ്രയാസം വന്നാൽ അപ്പോഴേക്കും സഹായം വരും. മഴ വന്നു. മഴ വന്നപ്പോൾ വെള്ളങ്ങളൊക്കെ പരമാവധി കുളിക്കാനും കുടിക്കാനൊക്കെ വെള്ളമായി. പൊടിയാകെ പാറിയുന്ന പ്രദേശത്ത് പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പോൾ റാഹത്തായി നടക്കാനൊക്കെ അവിടെ ഒരു പൊടിയൊക്കെ ഒതുങ്ങി. മാത്രമല്ല ഉള്ള വെള്ളമൊക്കെ പരമാവധി ശേഖരിച്ച് വെച്ച് ആ വെള്ളത്തടാകമൊക്കെ റെഡിയാക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് മഴ പെയ്തപ്പോൾ ഖുറൈശികൾക്കത് പ്രയാസമായി. അവിടെ ചളിക്കെട്ടി അവരുടെ ഭാഗത്ത്, അവർക്ക് കാലിങ്ങനെ തെറ്റിപ്പോവോ ചളിയെന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരുക്കി വെച്ചിരുന്ന ആ വെള്ളത്തടാകം നശിപ്പിക്കാൻ വേണ്ടി ഒരു ചങ്ങായി വന്നു. അവൻ്റെ പേരാണ് അസ്വദ്, അസ്വദ് ബിൻ അബ്ദുൽ അസദ് എന്ന അവൻ്റെ പേര്. അവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും വെള്ളം കിട്ടരുതെന്ന് കരുതിയിട്ട് അത് നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നു. അസ്വദിന്റെ വരവ് കണ്ടപ്പോൾ അസ്വദിനെ നേരിട്ട ആളാണ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ. ഹംസ തങ്ങൾ ഉടനെ ചെന്നിട്ട് അവൻ്റെ കാലിന് വെട്ടെടുത്ത്, കാലിന് വെട്ട് കിട്ടിയിട്ടും ആ കാലിങ്ങനെ മുടന്ത് ഏന്തി കൊണ്ടുപോകാൻ വരാം പിന്നെ വെള്ളത്തിൻ്റെ അടുത്തേക്ക്. പിന്നെ രണ്ടാമത്തെ വെട്ടോടുകൂടി അസ്വദ് ശരിയായി. നിങ്ങൾക്ക് കേൾക്കണോ സഹോദരങ്ങളെ, നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് കൊടുക്കൂലേ, വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും. നമ്മുടെ കിതാബൊക്കെ അള്ളാഹു വലത്തെ കയ്യിൽ തരട്ടെ. ഈ ഇടത്തെ കയ്യിൽ ആദ്യം കിതാബ് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ മുസ്ലിം ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ വെള്ളത്തടാകം നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ഹംസ റളിയല്ലാഹുവിൻ്റെ കൈ കൊണ്ട് മഖ്തൂലായി മരിച്ചുപോയ അസ്വദ് എന്ന് പറയുന്നവൻ്റെ കയ്യിലാണ് ആദ്യം ഇടത്തെ കയ്യിൽ കിതാബ് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി. ഉദ്ഘാടനം അവൻ്റെ കയ്യിലാണ്. ഏത് ഇടത്തെ കയ്യിലിട്ടോ? വലത്തെ കയ്യിൽ ആദ്യം കിതാബ് കിട്ടിലാർക്കാം. വലത്തെ കയ്യിൽ ഈ അസ്വദിൻ്റെ സ്വന്തം സഹോദരൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹു. ഏട്ടഞ്ചന്മാരാ, അള്ളാഹിൻ്റെ ഒരു പണിയാണത്. അസ്വദിന് ഇടത്തെ കയ്യിൽ, അസ്വദിന്റെ സ്വന്തം സഹോദരൻ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ അസദ്. മഹാനവറുകളെ വലത്തെ കയ്യിലും കിതാബ് കിട്ടും. അത് ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം, അതൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കിതാബൊക്കെ ആദ്യം കിട്ടലാർക്കാണ്. അസ്വദ് നശിച്ചു. അതോടുകൂടി യുദ്ധത്തിന്റെ തുടക്കമായി കഴിഞ്ഞു. വെള്ളത്തടാകം നശിപ്പിക്കാൻ വേണ്ടി വന്ന അസ്വദ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹുവിന്റെ കയ്യാൽ നശിച്ചതോടുകൂടി ഇത് തുടക്കമായി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങരുത്, ഞങ്ങൾ നിങ്ങൾക്കൊരു കൂടാരം ഉണ്ടാക്കി തരാം. ആ കൂടാരത്തിനുള്ളിൽ നിങ്ങൾ ഇരുന്നാൽ മതി, ദുആ ചെയ്താൽ മതി, നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങണ്ട. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അത് സ്നേഹമാണ്. മാത്രമല്ല സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇതുകൂടി പറഞ്ഞു, ഒരു ഒട്ടകം തയ്യാർ ചെയ്ത് റെഡിയാക്കി ആ കൂടാരത്തിൻ്റെ ഹൈമൻ്റെ അടുത്തുണ്ടാകും. അള്ളാഹിൻ്റെ ഹബീബെ, ഞങ്ങളാകുന്ന 313 നശിച്ചാൽ, എല്ലാവരും കൂടി മരിച്ചു പോയാൽ, അള്ളാഹിൻ്റെ ഹബീബെ, നിങ്ങൾ ഒട്ടക്കപ്പുറത്ത് കയറിയിട്ട് മദീനയിലേക്ക് പോകണം. ഞങ്ങൾ ഇങ്ങോട്ട് വരാത്ത കുറേ ആളുകൾ അവിടെ ഉണ്ടല്ലോ. നമ്മൾ യുദ്ധത്തിന് വന്നതല്ല, കുറേ ആൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വന്നല്ലോ, കുറേ ആൾ വരാത്തവരുണ്ടല്ലോ അവിടെ.
അവരൊക്കെ നിങ്ങൾ അനുയായികളായിട്ട് അവിടെ കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ എല്ലാ സഹായം ചെയ്തു തരും, ഞങ്ങൾ മരിച്ചാലും നിങ്ങൾ സുരക്ഷിതരായി മദീനയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഒട്ടൊക്കെ തയ്യാറാക്കി നിർത്തി, ഖൈമൊക്കെ റെഡിയാക്കി. ഖൈമൻ്റെ കൂടെ മുത്തുനബിൻ്റെ കൂടെ നിൽക്കാൻ ആരാ ഉള്ളത് അറിയാം? അബൂബക്കർ സിദ്ദീഖ് കൂടെ നിന്നു. അങ്ങനെ സഫായിട്ട് ഈ ഇന്നത്തെ ആധുനിക യുദ്ധമല്ല, ഈ പൈലറ്റ് ഇല്ലാത്ത വിമാനം വന്ന് ഓമ്പിട്ട് പോകല്ലത്, ഇത് നേർക്ക് നേരെല്ലാം വെട്ടലാണ്. സഫായി നിന്നിട്ട് നേർക്ക് നേരെ വെട്ടാണ്. അള്ളാഹുവിൻ്റെ ദീൻ നശിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. നിങ്ങൾ നോക്കണം, മക്കയിൽ ജീവിക്കാൻ പ്രയാസപ്പെടുത്തി പിന്നെ മദീനയിൽ പോയിട്ട് പിന്നെ അവിടെ വന്നിക്കാണ്. അതും അള്ളാഹു താലാന്റെ ഓർഡർ തന്നെ വളരെ വൈകിട്ടാണ്. അതുവരെ യുദ്ധത്തിന് ഒരുങ്ങിയത്. ചില ആളുകൾ പറയാറുണ്ട് യുദ്ധക്കൊതിയന്മാരെന്നൊക്കെ, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. എല്ലാം സഹിച്ചു, എല്ലാം ത്യജിച്ചു, എല്ലാം ഒഴിവാക്കി അവസാനം സ്വന്തം ജീവനും പരിശുദ്ധ ദീനനും ഭീഷണി വന്നപ്പോൾ മാത്രം ഇനി പ്രതിരോധിക്കാം എന്ന ആഹ്വാനം വന്നത്. അങ്ങനെ എല്ലാം റെഡിയായി നിന്നപ്പോഴേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കയ്യിലൊരു വടി കൊണ്ട് സഫ് ഇങ്ങനെ ശരിയാക്കി, ലൈന് റസൂൽ അങ്ങനെ ശരിയാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളിങ്ങനെ സഫിന്ന് കുറച്ച് മുന്നിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു സഹാബി, ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു ആണത്. കുറച്ച് മുന്നിക്ക് മഹാനവറുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിൽ വടിയോണ്ട് പള്ളക്ക് ഒരു ചെറിയ കുത്തു കൊടുത്താൽ ബാക്കിക്ക് നിൽക്ക് സഫ് ശരിയാക്കുന്ന പറഞ്ഞിട്ട് ചെറിയൊരു വടിയോണ്ട് ഇങ്ങനെ തട്ടൂലേ. അപ്പോൾ ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ വടിൻ്റെ പള്ളമ തട്ടിയിരിക്കണം, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും അതുപോലെ ഖിസാസ് എടുക്കണം എന്ന് പറഞ്ഞു മുത്തുനബിയോട്. എല്ലാവരും ബേജാറായി, എന്താപ്പത് അള്ളാഹുവിൻ്റെ റസൂലിനോട് തിരിച്ചങ്ങോട്ട് പള്ളമ കുത്തിയേ. എല്ലാവരും ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോൾ എന്നാൽ കുത്തിക്കോളി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുപ്പായനെ പൊന്തിച്ചു കൊടുത്തു. കാരണം ഖിസാസ് അതേമാതിരി തന്നെ വേണ്ട, കുപ്പായം പൊന്തിക്കണ്ടേ. കുപ്പായനെ പൊന്തിച്ച മൂപ്പർക്ക് ഖിസാസൊന്നല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വയറിന്റെ ഭാഗത്തുനിന്ന് ചുംബനം കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട അസ്വദ് റളിയല്ലാഹു സവാദ് റളിയല്ലാഹു അൻഹു ചുംബനം കൊടുക്കാനാണ്. പള്ളൻ്റെ അവളെ ചുംബനം കൊടുക്കാൻ വേണ്ടി ഒരു ഇക്മത്ത് എടുത്തതാ, മുത്തുനബിൻ്റെ വയറിൻ്റെ ചുംബിക്കാൻ. എന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ ഹബീബെ യുദ്ധം തുടങ്ങാൻ പോവാണ്, ഒരു പക്ഷേ ഷഹീദാൻ സാധ്യതയുണ്ട്, എന്നാൽ നിങ്ങളെ വയറ്റത്തൊരു ചുംബനം കൊടുത്ത് ഷഹീദാവല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു ഹിക്മത്ത് ഉപയോഗിച്ചതാണ്. അതൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നിക്കണ്. അങ്ങനെ സഫൊക്കെ ശരിയാക്കിയിട്ടേ ഒരുങ്ങാണ്. ആദ്യം മദീനക്കാരായ 3 സ്വഹാബത്താണ് ഇറങ്ങിയത്. അവരെ ഭാഗത്തുനിന്ന് ഇറങ്ങിയത് ഉത്തുബത്തും ഷെയ്ബത്തും വലീദുമാണ്. ഭയങ്കര ലാനഹുമുല്ലാ ഒക്കെ ആയി കഴിഞ്ഞിന് കഥ. ഉത്തുബത്തും ഷെയ്ബത്തും വലീദും കൊണ്ട് ഇറങ്ങി. ഇവിടുന്ന് 3 മദീനക്കാരിറങ്ങിയപ്പോൾ അവർ ചോദിക്കുകയാണല്ലോ, അവർ ഈ മക്ക ഖുറൈശികൾ ചോദിച്ചല്ലോ, അല്ല മുഹമ്മദേ ഞങ്ങളെ നാട്ടുകാരില്ലേ, ഞങ്ങളെ നാട്ടുകാരനെ പോലും മക്കാരാണല്ലോ, ഞങ്ങളെ നാട്ടുകാരൊന്നുമില്ലേ, മദീനക്കാരേ ഉള്ളൂ. അപ്പോഴാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാർ ഇറങ്ങിയ സ്വഹാബാക്കളോട് കയറാൻ പറഞ്ഞു, നിങ്ങൾ കയറി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഓരോരുത്തരെ പേരുണ്ട് വിളിച്ചു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി, യാ ഹംസ ഖും യാ ഹംസ, എണീക്കൂ ഹംസ, സ്വർഗത്തിലേക്ക് എണീക്കൂ ആദരവായ റസൂലുള്ളാഹി. യാ അലി ഖും യാ അലി, അലി തങ്ങളെ എണീക്കൂ സ്വർഗത്തിലേക്ക്, അലി തങ്ങൾ എണീറ്റു. യാ ഉബൈദ ഖും യാ ഉബൈദ, 3 മുഹാജിറുകളായ മക്കക്കാരാണ്. ആരൊക്കെ? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈദ റളിയല്ലാഹു അൻഹു. യുദ്ധം തുടങ്ങി. ഹംസ റളിയല്ലാഹു അൻഹു ഷെയ്ബത്തിനെ ശരിയാക്കി, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വലീദിനെ ശരിയാക്കി, ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹും ഉത്ബത്തും ഏറ്റുമുട്ടിയപ്പം ഉത്ബത്തിൻ്റെ വെട്ട് ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടിട്ട് ഉബൈദ തങ്ങൾ വീണുപോയി. അങ്ങനെ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹംസ തങ്ങളും ബഹുമാനപ്പെട്ട അലി തങ്ങളും വേഗം വന്നിട്ട് ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉബൈദ തങ്ങളെ നേരിടുന്ന ആ ഉത്ബത്തിനെ ശരിയാക്കി. അതോടുകൂടി ഏറ്റവും വലിയ അവരെ കൂട്ടത്തിലെ കൊലകൊമ്പന്മാരായിരുന്നു ഈ പറഞ്ഞ 3 ആൾക്കാർ. അബൂജഹലുണ്ട്, അത് വേറെ പിന്നെ ശരിയാവും. അങ്ങനെ 3 ആൾക്കാർ. ഇതൊക്കെ നേരത്തെ തന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഒക്കെ റെഡിയാക്കി പറഞ്ഞേക്കണ്. എനിക്കിങ്ങനെ കാണുന്നുണ്ട് ഓരോരുത്തർ ഓരോ സ്ഥലത്ത് വീഴുന്ന സ്ഥലം വരെ തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ വീഴുന്നു, തുബത്ത് ഇവിടെ വീഴും, ഷെയ്ബത്ത് ഇവിടെ വീഴും എന്നൊക്കെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യുദ്ധമല്ലോ ശരിക്ക് തുടങ്ങി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദ്വാരക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. തങ്ങൾ ആ ഖൈമയിൽ ഇരുന്നിട്ട് സുജൂദിലായിട്ട് തങ്ങൾ ദ്വാരുന്ന അത് തങ്ങൾ ചൊല്ലിയ പ്രധാനപ്പെട്ട ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം എന്നാണ്.
പിന്നെ ഇങ്ങനെ കൈ രണ്ട് മേപ്പിട്ട് ഉയർത്തിയും തോർന്നപ്പം തങ്ങളെ തോളിൻ്റെ അവിടെ ഒരു ഷാൾ റിദാ ഉണ്ട്, അത് താഴെ വീണുപോയി. നിങ്ങൾ ചോദിച്ചപ്പോൾ തുണി മേലുള്ള തലയിലുള്ള തട്ടം അടി കണ്ട് വീണപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ പ്രയാസപ്പെട്ട് തോർക്കണ്ട, അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പല്ലേ നബിയേ. അബൂബക്കർ സിദ്ദീഖ്, അള്ളാഹുവേ, ഈ ചെറു സംഘം ഇവിടെ പരാജയപ്പെട്ടാൽ, ഈ ചെറിയ സംഘം ഇവിടെ പരാജയപ്പെട്ടാൽ ഈ ഭൂമിയിൽ നിന്റെ പേര് പറയാൻ, നിനക്ക് ഇബാദത്തെടുക്കാൻ പിന്നെ ആരും ഉണ്ടാകില്ല. അല്ലാ, നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം, നീ വാഗ്ദാനം ചെയ്ത സഹായം വേണം, നീ വാഗ്ദാനം ചെയ്ത സഹായം വേണം എന്നിങ്ങനെ ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ദ്വാരന്ന് കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു സൂറത്തുൽ അൻഫാലിൽ, ഇത് യുഹീ റബ്ബുക ഇലൽ മലായികതി അന്നീ മഅകും ഫസബ്ബിത്തുൽ ലദീന ആമനൂ. മലക്കുകൾ ഒന്നായിട്ടുണ്ട് ഇറങ്ങുകയാണ്. ഇബ്ലീസ് ഇവരെ സഹായിക്കാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ ഇബ്ലീസ് മനുഷ്യനല്ലോ, ജിന്നല്ലേ. മലായിക്കത്തിൻ്റെ വരവെന്നായിട്ട് കണ്ടപ്പോഴും ഓടിപ്പോൾ പതിവനെ പിടിച്ചോ ചോദിച്ചു. ഇബ്ലീസ് എന്നല്ല, വേറെ ആളെ കുലത്തിലാണ് വന്നത്. അപ്പം മുശ്രിക്കീങ്ങൾ ഇവനെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചപ്പോൾ ഓൻ പറഞ്ഞു, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു. ഓൻ ബേജാറായി, ഓൻ പോഞ്ഞു. കാരണം ഓനക്ക് കാണാൻ ഇത് വരുന്നത് കുറേ കാലം ഒപ്പം നടന്നതല്ലേ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ മലക്കുകൾ അങ്ങോട്ട് ഇറങ്ങി വന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, നബിയേ, നിങ്ങൾ പ്രയാസപ്പെട്ട സമയത്ത് അല്ലാഹു തആല മലക്കുകൾക്ക് വഹി കൊടുത്ത സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബദ്രുദം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ആയത്തിറങ്ങണേ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? മലായിക്കത്തിന് നമ്മൾ വഹി കൊടുത്തിരുന്നു നബിയെ. മലായിക്കത്തിനോട് എന്താ പറഞ്ഞ്? അന്നീ മഅകും, ധൈര്യത്തിൽ നിന്നോളി, നമ്മൾ നിങ്ങളൊപ്പം ഉണ്ട്. ആരാത് പറഞ്ഞേ അന്നീ മഅകും എന്ന് പറയും? അള്ളയാണ്, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. എന്താ പേടിച്ചാൻ? നമുക്കൊക്കെയുള്ള പ്രശ്നം എന്താ? നമുക്ക് പതറാണ്, നമുക്ക് പേടിയാണ്, നമുക്ക് എന്തിയാവുമ്പോഴേക്കും ബേജാറാണ്. നമ്മൾ ഈമാൻ്റെ കുറവാണ്. അള്ളാഹു നമ്മൾ ഈമാൻ ഏറ്റി തരട്ടെ. അന്നീ മഅകും, ഞാൻ നിങ്ങളെ കൂടെയുണ്ട് മലക്കുകളെ. ഫസബ്ബിത്തുൽ ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ സ്ഥൈര്യം കൊടുക്കണം, മുഅ്മിനീങ്ങൾക്ക് ധൈര്യം കൊടുക്കണം. സൗൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുബ, നിഷേധികളായ കാഫിരീങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ പേടിയിട്ട് കൊടുക്കും. ഓല കൽപ്പിക്കാൻ വലിയ 1000 ഉണ്ടായിട്ട് കാര്യമില്ല, പേടിട്ടാ പിന്നെ കുടുങ്ങി, പേടിയാണ് കിടന്നാൽ ഞാൻ പേടിട്ട് കൊടുക്കും. അതുകൊണ്ട് മലക്കുകളെ, ഫളരിബു ഫൗഖൽ അനാഖ്, മലക്കുകളെ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ അറിയോ? ഫളരിബു ഫൗഖൽ അനാഖ്, നിങ്ങൾ ഉണക്കുകൾ വെട്ടിയാൽ മതി. ട്രെയിനിങ്ങാ നിങ്ങൾ ചെയ്യേണ്ട പണി പഠിച്ചോൻ പറഞ്ഞു. നിങ്ങൾ ചെയ്താളിൻ്റെ കേട്ടോ, ചെന്നിട്ട് ചെയ്യേണ്ട പണി. കാരണം മലക്കുകൾ ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന പണിയല്ലേ വിളിക്കുക, ഇത് സ്പെഷ്യലാണ്. അവിടെ ഇറക്കി അങ്ങനെ ഒതിരി ഭൂമിനും കുല്ലബനാൻ, എല്ലാ കെണുപ്പുകളും ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനാ പറയുന്നത്. മലായിക്കത്ത് ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദ്വാരന്ന് കൊണ്ടിരിക്കുന്നു. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട സമയത്ത് ഒരു സഹാബി ഈത്തപ്പഴം തിന്നുന്നുണ്ട്. മൂപ്പര് ഈത്തപ്പഴം തിന്നുകൊണ്ട് ഇങ്ങനെ യുദ്ധകളത്തിലാണ്. അപ്പോൾ ഈത്തപ്പഴം ഇങ്ങനെ തിന്നുമ്പോൾ ആരാത്? ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു ആസിം, ഉമൈർ ഇബ്നു ഹമാം റളിയല്ലാഹു അൻഹു, ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. ഈത്തപ്പഴം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് മൂപ്പർക്ക് ഈത്തപ്പഴം തിന്നൽ മതിയാക്കിയിട്ട് അതുകൊണ്ട് എറിഞ്ഞിട്ട് അടി ചാടിയെന്ന യുദ്ധക്കളത്തിൽ. മുമ്പ് ചാടാളെ കാരണം മഹാനോട് പറയണത്, എനിക്ക് സ്വർഗത്തിൻ്റെ വാസന അങ്ങനെ മൂക്കിക്ക് വരുന്നുണ്ട്, ഈ സ്വർഗത്തിൽ കിടക്കാനുള്ള തടസ്സം ഇപ്പം ഈത്തപ്പഴമാണെങ്കിൽ വേണ്ട പറഞ്ഞാൽ ഈത്തപ്പഴം ഒഴിവാക്കിയാണ് ചാടി യുദ്ധം ചെയ്തു. ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു, അതിൻ്റെ ഇടയ്ക്ക് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു പണി ചെയ്തിട്ടുണ്ട്. തങ്ങൾ കുറച്ച് മണലിൻ്റെ വാരിട്ട് ഒറ്റ ഏറാണ് ശത്രുക്കളുടെ ഭാഗത്തേക്ക് മണ്ണുണ്ട് എറിഞ്ഞു. ഒമാ റമൈത ഇദ റമൈത വലാകിന്നല്ലാഹ റമാ, നബിയേ, നിങ്ങളല്ല എറിഞ്ഞത്, അല്ലാഹു ആണ് എറിഞ്ഞത്. മുത്തുനബിയാണ് എറിഞ്ഞത്. അതാണ് സുന്നത്തമാത്തിൻ്റെ അഖീദാണ് പറഞ്ഞത്. സുന്നത്തമാത്തിൻ്റെ അഖീദാണ് ശരിക്കും. അല്ലാഹുവാണ് ഒക്കെ ചെയ്യണത്. ആര് ചെയ്താലും അല്ലാഹുവാണ്, അല്ലാഹുവിൻ്റെ സഹായമാണ് അതിനൊക്കെ ഉള്ളത്. നിങ്ങളല്ലേ നബിയെ എറിഞ്ഞത്, അല്ലാഹുവാണ് എറിഞ്ഞത്. മുത്തുനബിൻ്റെ കൈ കൊണ്ട് എറിഞ്ഞാലും അല്ലാഹുവാണ് എല്ലാവരും കണ്ണിലും അതാക്കിയത്. ഒമാ റമൈത ഇദ റമൈത വലാകിന്നല്ലാഹ റമാ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ശത്രുക്കളൊക്കെ ഓടിപ്പോയി. നല്ല അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങി. ആ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഠിന ശത്രു ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസാ നബിയുനാ റസൂലുള്ളാഹി. മുത്തുനബി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയുക? എൻ്റെ ഫിർഔൻ ആരെ പറ്റി പറഞ്ഞ? അബൂജഹലാണ്. എൻ്റെ ഫിർഔൻ, ഫിർഔനി, എൻ്റെ ഫിർഔൻ അശദ്ദു
മിൻ ഫിറഔനി മൂസാ, മൂസാ നബിയുടെ അലൈഹിസ്സലാമിന്റെ ഫിർഔൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഫിറൗനിനേക്കാളും ശക്തനാണ് എൻ്റെ ഫിറൗൻ. മൂസാ നബിക്ക് ഒരു ഫിറൗൻ നമുക്കൊക്കെ അറിയാലോ ചരിത്രത്തിലൊക്കെ. മൂസാ നബിൻ്റെ ഫിറൗനേക്കാളും കഠിന ശത്രുവാണ് എൻ്റെ ഫിറൗൻ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ടവർ പറയണ്ട ആളെ വെയിറ്റ് കൂടുന്നിടത്തോളം ശത്രുവിൻ്റെ വെയിറ്റ് കൂടും. ഉസ്താദിൻ്റെ ക്ലാസ്സിലടക്ക് പറയണ ആളെ വലിപ്പം കൂടുന്നിടത്തോളം ശത്രുവിൻ്റെ വലിപ്പം കൂടും. ഏറ്റവും വലിയ ആൾ മുത്തുനബിയാണ്, വലിയ ഫിറൗൻ അബൂജഹൽ എന്ന് പറയാറുണ്ട്. ഫിറൗൻ മൂസാ നബിന്റെ ശത്രു. മുത്തുനബി എന്നെ പറഞ്ഞു എൻ്റെ ഫിറൗനാണ് മൂസാ നബിന്റെ ഫിറൗനേക്കാളും ശക്തി കുഫറിൽ. എന്താ? മൂസാ നബിന്റെ ഫിറൗൻ കഠിന ശത്രുവാണെങ്കിലും മരിക്കാൻ സമയത്ത് ആമൻതു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലൊക്കെ ഉള്ളതാണ്. വെള്ളത്തിൽ മുങ്ങുമ്പോഴെങ്കിൽ ആമൻതു എന്ന് പറഞ്ഞു, അത് സ്വീകരിക്കൂല, അത് വേറെ അർത്ഥമാണ്, എന്നാലും പറഞ്ഞല്ലോ ആമൻതു. എൻ്റെ ഫിറൗൻ മരിക്കാൻ സമയത്ത് എൻ്റെ ഫിറൗൻ അബൂജഹൽ പറഞ്ഞത് മരിക്കാൻ സമയത്ത് എന്താ? അബൂജഹൽ വീണപ്പോഴാണ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ഇബ്നു മസ്ഊദ് തങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ലബ്ബൈക യാ റസൂലല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ട് അബൂജഹലിലേക്ക്. അപ്പോൾ അബൂജഹൽ വീണപ്പോൾ റസൂലുള്ള വിളിച്ചു, ഇബ്നു മസ്ഊദ് തങ്ങൾ എവിടെ? ഞാൻ പറയുന്നുണ്ട് നബിയെ, ഒന്ന് പോയി നോക്കാൻ, അബൂജഹൽ വീണിക്കണ് പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ പോയി നോക്കുമ്പോണ്ട് അങ്ങനെ കെടുക്കണ്, മരിച്ചിട്ടില്ല, അവന് സക്കറാത്തിൻ്റെ അടുത്താ, മരിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ അബൂജഹലിന് മനസ്സിലായി ഇബ്നു മസ്ഊദാണെന്ന് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് അബൂജഹൽ പറഞ്ഞത് ആട്ടിടയാ 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 എന്ന് വിളിച്ചു. ആരെ? അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് തങ്ങൾ ആട്ടിടയനായിരുന്നു, പക്ഷെ അപ്പോൾ കളിയാക്കാണ്, മരിച്ചാൽ നിർത്തുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് ആട്ടിടനായി ജീവിക്കുമ്പോഴാണ് മുസ്ലിമായ തന്നെ. കാരണം ഇബ്നു മസ്ഊദ് അള്ളാഹു ആടിലേറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ രണ്ടാൾക്കാർ വന്നു അവിടെ ഒരു വഴിമധ്യേ. ആ രണ്ടാളിൽ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് വലിയ വിശപ്പുണ്ട്, കുറച്ച് പാല് തരുമെന്ന് ചോദിച്ചു. അല്ലേ, കുറച്ച് പാല് തരുമോ കുടിക്കാൻ? രണ്ടാളുകൾ വന്നിട്ട്. അപ്പോൾ ഇബ്നു മസ്ഊദ് അള്ളാഹു പറഞ്ഞു, എനിക്ക് അങ്ങനെ പാല് തരാൻ പറ്റൂല, കാരണം ഇത് എൻ്റെ ആടല്ല, ഇത് വേറെ ആടുകൾ ഞാൻ നോക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പാല് തരാൻ പറ്റൂല എന്ന്. രണ്ടാളുകളാട്ടോ വന്നത്. അപ്പോൾ അവർ ചോദിച്ചു, എന്നാ പാല് വേണ്ട, ഒരു ആടുംകുട്ടിനെ കാണിച്ചു ചോദിച്ചു. അത് ആടുംകുട്ടി ഇതാ, ചെറിയ ആടുംകുട്ടി. ആ ആടുംകുട്ടിനെ എടുത്ത് ചെന്നിട്ട്, ശ്രദ്ധിക്കണം, ആ ആടുംകുട്ടിനെ എടുത്ത് ചെന്നിട്ട് ആ ആടുംകുട്ടിൻ്റെ അകിട് ഇങ്ങനെ തടവി പാലുണ്ട് ഇറങ്ങി. ആരായി? രണ്ടാൾക്കാർ. ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, ഒന്ന് അബൂബക്കർ സിദ്ദീഖ്. സുബ്ഹാനല്ലാഹ്. ഈ ചെറിയ പെണ്ണാടുംകുട്ടിൻ്റെ അകിട് ഇങ്ങനെ തടവിയപ്പം പാലുണ്ട് ഇറങ്ങിയിട്ട് ഒരു പാല് കറന്നിട്ട് പാലുണ്ട് കുടിച്ച്. ഇത് കണ്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. പിന്നെ മുസ്ലിം ആട്ടിടേനായിരുന്നു, നല്ല ഖിറാത്താ ഇബ്നു മസ്ഊദ് തങ്ങളെ ഓത്ത്, നല്ല രസമുള്ള ഓത്താ. തങ്ങൾ ഓതാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തങ്ങൾ ഓത്ത് കേട്ടിട്ടുണ്ട്. സൂറത്ത് നിസാ ഓതി തങ്ങൾ ഓത്ത് കേട്ട് പിന്നെ കണ്ണിന്ന് വെള്ളം വന്നൊക്കെ ഹദീസ് ബുഖാരിയിലൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങളെ കണ്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, ലഅനഹുല്ലാ, ആട്ടിടയാ ആട്ടിടയാ, കളിയാക്കി. എന്നിട്ട് പറയാ, എൻ്റെ സ്വാഹിബില്ലേ, നിന്റെ സ്വാഹിബ്. ഇബ്നു മസ്ഊദിനോട് പറയാട്ടോ, ഇബ്നു മസ്ഊദിന്റെ സാഹിബാരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. നിന്റെ സ്വാഹിബില്ലേ, നിന്റെ സ്വാഹിബിനോട് പറഞ്ഞോ, ഈ ഭൂലോകത്ത് വെച്ച് ഏറ്റവും ദേഷ്യമുള്ളത് നിന്റെ സ്വാഹിബിനോടാണ്. ഇത് പറഞ്ഞിട്ടായി ചങ്ങായി മരിക്കുന്നത്. ഈ വിവരം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബി അറിയിച്ചപ്പോഴാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസാ, എൻ്റെ ഫിർഔൻ മൂസാ നബിയുടെ ഫിർഔനേക്കാളും ശക്തനാണല്ലോ എന്ന് പറഞ്ഞു ആദരവായ റസൂലുള്ളാഹി. അങ്ങനെ അബൂജഹൽ വീണ്, അബൂജഹലിനെ ശരിയാക്കി. ഞാൻ ഓരോന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ഹബീബിനെയും സ്വഹാബത്തിനെയും ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നവർക്കെതിരെ ഹക്കും ബാത്തിലും വേർതിരിച്ച ഏറ്റവും പരിശുദ്ധമായ യുദ്ധമായിരുന്നു ബദർ യുദ്ധം. അതിൽ പങ്കെടുത്ത സ്വഹാബാക്കളെ മഹത്വത്രേ, കാരണം അവർ ചെയ്ത ത്യാഗമത്രയാണ്. നമുക്കിങ്ങനെ വേദനയല്ലേ കഴിയുള്ളൂ, അവർ ചെയ്തൊക്കെ ത്യാഗത്തിൻ്റെ വലിപ്പത്രേ. ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുത്തല അവർക്ക് കൊടുത്ത മഹത്വം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവർക്കുള്ള മഹത്വം എന്ന് പറഞ്ഞത്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് വലിയ സ്ഥാനാട്ടോ. വല്ല അപാകതയും എപ്പോഴെങ്കിലും വന്നുപോയാലും അള്ളാഹു പുറത്തു കൊടുക്കുന്ന അത്ര വലിയ മാത്താണ് അവർക്ക്. അതിനൊന്നിൻ്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഹാത്തിബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, വലിയ മഹാനാണ്. മക്ക ഫത്തിഹിൻ്റെ സമയത്ത് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയം ഫത്ത്, മക്കം ഫത്ത് വരുന്നു, മക്കയിലേക്ക് നബിയും സ്വഹാബത്തും വരുന്നു എന്ന വിവരം ഖുറൈശികളെ അറിയിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുത്തയച്ചു ഒരു സഹാബി. സത്യത്തിൽ
നബി തങ്ങളോട് മുഷാവറ ചെയ്യാതെ ഒരു കത്തൊന്നും കൊടുത്തേക്കാൻ പാടില്ല മക്കത്തേക്ക്. ചെയ്തത് ഒരു സ്വഹാബിയാണ്, ഒരു മുഹാജിറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുടെ കൂട്ടത്തിൽപ്പെട്ട മുഹാജിറായ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരിൻ്റെ കത്ത് കൊടുത്തേച്ച് ഇങ്ങനെ നബി തങ്ങൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്നാണ് കത്ത് കൊടുത്തേ. കാരണം എന്താ? കത്തൊരു പെണ്ണിൻ്റെ അടുത്താണ് കൊടുത്തേച്ചു, ഒരു സ്ത്രീൻ്റെ അടുത്ത്. ആ സ്ത്രീ ആ കത്ത് വെച്ച് മുടിക്കെട്ടിൻ്റെ ഉള്ളിലാണ് കത്തിയിട്ട് പോവാം. പക്ഷേ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കൂലേ? തങ്ങൾക്ക് വഹി മുഖേന അറിഞ്ഞു ഹാത്തിബ് റളിയല്ലാഹുവിന് കത്ത് കൊടുത്തിട്ടുണ്ട്, കത്തേത്തൊരു പെണ്ണ് പോകുന്നുണ്ട്, ഉടൻ ആ കത്ത് പിടികൂടണം. തങ്ങൾക്ക് വഹി കിട്ടി. അലി റളിയല്ലാഹുവിനെയും ചില സ്വഹാബത്തിനെയും വിളിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റൗലാ ഖാഖ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തിയാൽ ഒരു പെണ്ണിനെ കാണോ, പെണ്ണിൻ്റെ കയ്യിൽ കത്തുണ്ട്, അവളെ പിടികൂടണമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആളെ പറഞ്ഞയച്ചു. പറഞ്ഞതുപോലെ റൗലാ ഖാഖ് എന്ന സ്ഥലത്തിന് എത്തിയിട്ട് പെണ്ണിനെ കൊണ്ട് കത്ത് എവിടെ ചോദിച്ചാൽ പെണ്ണിനോട് എന്ത് കത്ത്, ഏത് കത്ത് ചോദിച്ചു. മര്യാദക്ക് കത്തെടുത്ത് പറഞ്ഞു അലി തങ്ങൾ റളിയല്ലാഹുവിന്. എന്ത് കത്ത്, ഏത് കത്ത്? മര്യാദക്ക് കത്തെടുത്ത് പറഞ്ഞു. അതിലാണ്ട് അലി തങ്ങൾ റളിയല്ലാഹുവിന് സ്ട്രോങ് ആയപ്പോൾ ഈ പെണ്ണ് ഈ മുടിൻ്റെ ഉള്ളിൽ കത്തെടുത്താൻ കൊടുത്തു. കത്ത് വായിച്ചു നോക്കുമ്പോൾ ഹാത്തിബ് തങ്ങൾ എഴുതിയതാണ്. മക്കയിലേക്ക് മുത്തുനബിയും സ്വഹാബത്തും വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഹാത്തിബിനെ വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളാണോ കത്ത് എഴുതിയത്? അതെ, ഞാൻ തന്നെ കത്ത് എഴുതിയത്. നിങ്ങളെന്താ അങ്ങനെ എഴുതാൻ കാരണം? ഒന്നുമില്ല നബി, ഞാൻ അള്ളാഹിൻ്റെ ദീനിൽ നിന്ന് ഒഴിഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങളോട് സ്നേഹം കുറഞ്ഞിട്ടുമില്ല. ഞാൻ കത്ത് എഴുതാനുള്ള കാരണം എനിക്ക് മക്കയിൽ എൻ്റെ കുടുംബക്കാരും മക്കയിൽ എനിക്കില്ല. എനിക്കവിടെ പിന്നെ സ്ഥലങ്ങളും കാര്യങ്ങളും എൻ്റെ പല വിഷയങ്ങളും മക്കയിലുണ്ട്. അപ്പോൾ അത് സംരക്ഷിക്കാൻ ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓല് സംരക്ഷിച്ചോളൂ, ഞാൻ അങ്ങോട്ട് ഇച്ചിറ പോന്നാൽ മദീനയിലേക്ക്. അത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കത്ത് എഴുതിയതാണ് നബിയെ, അത് മാപ്പാക്കണം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹാത്തിബ് റളിയല്ലാഹു. ഞാൻ ആ സംഭവം വിശദീകരിക്കില്ല. പക്ഷെ ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ കൊല്ലട്ടെ എന്ന് ചോദിച്ചു. ആരെ? ബഹുമാനപ്പെട്ട ഹാത്തിബ് റളിയല്ലാഹു. ഞാൻ ഹാത്തിബിനെ വെട്ടട്ടെ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ദഅനി, ഇന്നണ്ട് വിട് നബിയെ, ഞാൻ ഉനുക്ക് വെട്ടട്ടെ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഖത്താബ്. ഇപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമർ തങ്ങളോട്, ഉമറെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഖദ് ഷഹീദ ബദ്റാ. ഹാത്തിബ് തങ്ങളേക്ക് അപാകത വന്നാലും ഹാത്തിബ് തങ്ങൾ ആരാന്നറിയോ? ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളല്ലേ എന്ന് റസൂലുള്ളാഹി. അതാണ് ബദരീങ്ങളെ മഹത്വം. ആ മഹാന്മാരെ പേരാണ് മജ്ലിസിനുള്ളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം മാത്രമല്ല, ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രശ്നം, ഖദ്ഫിന്റെ പ്രശ്നം സുദീർഘമാണ്, എല്ലാവർക്കും അറിയത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മഹദി അവറുകളെ കുറിച്ച് മുനാഫിക്കുകൾ പലതും പറഞ്ഞുണ്ടാക്കിയപ്പോൾ ആയിഷ ബീവി അറിഞ്ഞിട്ടില്ല സംഭവം. ആയിഷ ബീവി ചെറിയ പ്രായം കുറഞ്ഞ മഹദിയാണ്, അത് വലിയ സംഭവമാണ്, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പക്ഷെ ആയിഷ ബീവിയെ പറ്റി ഇങ്ങനെ മുനാഫിക്കുകൾ പറഞ്ഞുണ്ടാക്കിയപ്പോൾ ആയിഷ ബീവി അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അറിയാനുള്ള കാരണമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ കൂടെ മിസ്തഹ് റളിയല്ലാഹുവിൻ്റെ ഉമ്മു മിസ്തഹ്, ബുഖാരിൻ്റെ ഹദീസിലുള്ള റളിയല്ലാഹുവിൻ ഉമ്മു മിസ്തഹ് എന്ന് പറയുന്ന ഒരു സഹോദരി ആയിഷ ബീവി, രണ്ടാളും കൂടി ഇങ്ങനെ വഴിക്ക് പോകുമ്പോഴേ ബഹുമാനപ്പെട്ട ഉമ്മു മിസ്തഹ് റളിയല്ലാഹുവിൻ്റെ കാല് വഴുതിയിട്ട് വീകാൻ പോയി. അപ്പോൾ ഉമ്മു മിസ്തഹ് റളിയല്ലാഹുവിനു ആയിഷ ബീവി കൂടെ ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഉമ്മു മിസ്തഹ് റളിയല്ലാഹുവിനെ പറഞ്ഞു, കാല് വഴുതിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു മിസ്തഹ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തഈസ മിസ്തഹ്, മിസ്തഹിന് നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. മിസ്തഹ് ഒരു സഹാബിയാണ്. മിസ്തഹിൻ്റെ ഉമ്മയാണ് പറഞ്ഞു മിസ്തഹിന് നാശം ഉണ്ടാവട്ടെ. എന്തിനാ പറഞ്ഞത്? ആ പറയാനുള്ള കാരണം ആയിഷ ബീക്കൊന്നും വൃത്തം കിട്ടിയില്ല. ആയിഷ ബീക്കൊന്നും മനസ്സിലായില്ല എന്താ പോയി പറയണത്. ആയിഷ ബി ചോദിച്ചു, നിങ്ങളെന്താ അങ്ങനെ മിസ്തഹിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയണത്, മിസ്തഹിന് അങ്ങനെ മോശം ഉണ്ടാവട്ടെ എന്നൊക്കെ പറയാൻ കാരണം എന്താ? നിങ്ങൾ അറിഞ്ഞിട്ടില്ല? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാലേ നിങ്ങളെപ്പറ്റി മിസ്തഹ് തങ്ങൾ ചിലതൊക്കെ പറയുന്നുണ്ട്. മുനാഫിക്കുകൾ പലതും പറഞ്ഞുണ്ടാക്കിയപ്പോൾ അതിൽ ചില മഹാന്മാരായ സ്വഹാബത്തും ചില 1-2 വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ പരന്നു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹുവിനും പറഞ്ഞിട്ടുണ്ട് 1-2 വാക്ക്. അതാണ് ബഹുമാനപ്പെട്ട മിസ്തഹിൻ്റെ ഉമ്മ പറയുന്നത്. നിങ്ങളെപ്പറ്റി എൻ്റെ മോന് മിസ്തഹ് പറഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അങ്ങനെ വീകാനൊക്കെ പോണത്, മിസ്തഹിന് നാശം ഉണ്ടാവട്ടെ. അപ്പോൾ ആയിഷ ബി ചോദിക്കുന്നത് എന്താ നിങ്ങൾ ഈ പറയണത്?
അപ്പോൾ ആയിഷബി പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ പറയല്ല, അങ്ങനെ പറയരുത്, മിസ്തഹിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. കാരണം മിസ്തഹ് ആരാന്നറിയോ? മിസ്തഹ് ബദറിൽ പങ്കെടുത്ത ആളല്ലേ, സയ്യിദത്തുന ആയിഷ ബീവി. നമ്മൾ മാത്രമല്ല, ഇവർക്കൊക്കെ അറിയാം ബദരീങ്ങളെ മഹത്വം എന്താണ്. മുത്തുനബി എന്നെ ഉമർ തങ്ങളെ തിരുത്തി റളിയല്ലാഹു തആല അൻഹു, വേണ്ട, അത് ബദറിൽ പങ്കെടുത്ത ആളാണ്. ആയിഷ ബി പറയാണ് മുസ്തഹ് ബീവിയോട് പറയാ, ഹേയ് ഒന്നും പറയരുത് കേട്ടോ, മിസ്തഹ് ആരാന്നറിയോ? മിസ്തഹ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത ആളല്ലേ എന്ന് ചോദിക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ ബി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു എന്തോ ഒരു അഭിപ്രായം മുത്തുനബിയോട് വന്ന് പറഞ്ഞു, ഒരു ആക്ഷേപമാണ്. അപ്പോഴാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഖാലിദു, ഓ ഖാലിദേ, ലാ തൂദി റജുലൻ, ബദർ യുദ്ധത്തിൽ, ബഹുമാനപ്പെട്ട ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാളെ നീ ഒന്നും പറയാൻ പാടില്ല, ബുദ്ധിമുട്ടാക്കല്ല എന്ന് ആദരവായ റസൂലുള്ളാഹി. എന്താ നിങ്ങൾ പറയുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളെ പറ്റി? എന്നിട്ട് ഒരു വിശദീകരണം കൂടി തങ്ങൾ, ഫലൗ അൻഫഖ്ത മിസ്ല ഉഹുദിൻ ദഹബ ലം തുദ്രിക് അമലഹു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കുള്ള പ്രതിഫലം അവർ ചെയ്യുന്നതിൻ്റെ അമലിൻ്റെ പ്രസക്തി എത്രയെന്നറിയോ? നിങ്ങളിൽ ഒരാൾ ഒരു ഉഹുദ് പോലെ ഒരാൾ, ഉഹുദ് മല പോലെ ഒരാൾ സംഭാവന സദഖകളൊക്കെ കൊടുത്താലും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾ ചെയ്ത അത്ര കൂലി നിങ്ങൾക്ക് ലഭിക്കുകയില്ലെന്ന് ആദരവായ റസൂലുള്ളാഹി. അതാണ്. അങ്ങനെ ഹദീസിലൊക്കെ ഒരുപാട് പരിധിയാൽ ബഹുമാനപ്പെട്ട ബദരീങ്ങളെ മാത്രം ഇങ്ങനെ കാണാൻ പറ്റും. ഏതായിരുന്നാലും ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മാ തഅദ്ദൂന അഹ്ല ബദരി ഫീക്കും, നിങ്ങളെ കൂട്ടത്തിൽ, ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ബദരീങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു കൊടുത്തു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് അവർ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, വകദാലിക മൻ ഷഹിദ ബദ്റൻ മിനൽ മലായിക, എങ്കിൽ മലായികത്തിന്റെ കൂട്ടത്തിലും അങ്ങനെ തന്നെ അന്ന് ബദർക്ക് ഇറങ്ങിയ മലക്കുകളില്ലേ, അവർക്കും വലിയ സ്ഥാനവും വലിയ പദവിയുമാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് മജ്ലിസുൻ നൂർ നമ്മൾ ചെറുതായി കാണരുത്. ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ പത്രത്തിലൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ കണ്ണൂർ ഭാഗത്ത്, ഇവിടെ കാസർഗോഡ് തൃക്കരിപ്പൂർ ഭാഗത്ത് ഒരു മജ്ലിസുൻ നൂറിൽ അവിടെ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു അനുഭവം അവിടുത്തെ മജ്ലിസുൻ നൂർ സംഘാടകർ പറഞ്ഞതാ. ഒരു സ്ത്രീൻ്റെ കണ്ണ് അടഞ്ഞുപോയി, കണ്ണ് ലോക്കായും തുറക്കണില്ല, എന്തായും തുറക്കണില്ല. മംഗലാപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പോലും പരാജയപ്പെട്ടു. നമ്മളെ പ്രവർത്തകർ ആ സഹോദരിയോ മജ്ലിസുൻ നൂറിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. മജ്ലിസുൻ നൂർ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. ആ പെണ്ണുങ്ങളെ കൂട്ടുന്ന ഒരു ശബ്ദമെല്ലാം കൂടി ഒച്ചും പൊളി. നോക്കുമ്പോൾ എന്താ, ഈ പെണ്ണ് കണ്ണ് തുറന്നതാ. സുബ്ഹാനല്ലാഹ്, ഈ സ്ത്രീ കണ്ണാണ് തുറന്നു. ഡോക്ടർമാർ എങ്ങനെ തുറക്കാൻ ശ്രമിച്ചിട്ടും കണ്ണ് അടഞ്ഞു കിടക്കുന്ന കണ്ണ് ബഹുമാനപ്പെട്ട ബദരീങ്ങളെ ഹക്ക് കൊണ്ട് ആ മജ്ലിസ് വെച്ച് കണ്ണ് തുറന്നു. വേറെ ഒരു സഹോദരൻ്റെ ഒരു ഉസ്താദിൻ്റെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടി. നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ഇത് ഞാൻ തൃക്കരിപ്പൂർ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ് നമ്മളെ പ്രവർത്തകർ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്നെ മജ്ലിസുൻ നൂറാണ്. മജ്ലിസുൻ നൂർ എന്ന നൂർ അതെവിടെയും പ്രകാശമായിരിക്കും. അള്ളാഹു ആ പ്രകാശം നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ബദരീങ്ങളെ, ബഹുമാനപ്പെട്ട മഹാന്മാർ, അസ്ഹാബിൽ ബദർ, അങ്ങനത്തെ മഹാന്മാരുമായുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും മഹത്തായ മജ്ലിസാണ് മജ്ലിസുൻ നൂർ എന്ന് മനസ്സിലാക്കിയിട്ട് മാസത്തിലൊരിക്കൽ സൗകര്യമുള്ള ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ മജ്ലിസുൻ നൂർ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ കൂടണം. ആളുകൾക്കൊന്നും നേരല്ല, എല്ലാവരും സ്വന്തം ഓരോ പ്രശ്നങ്ങൾ പിന്നാലെ ഓടാണ്. അവസാനം ലാസ്റ്റ് ഒന്നിനും നേരമില്ലാതെ അത് പോവുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഈ മയ്യത്തില്ലേ, ഇപ്പോൾ ഇവിടെ ഈ ഒരു സംവിധാനം, നേരത്തെ ഫാറൂഖ് ദബിയൊക്കെ പറഞ്ഞതുപോലെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു മുതജാലിസീന ഫിയ ആദരവായ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ പേരിൽ ഇരിക്കുന്ന മജ്ലിസാണ്, അള്ളാഹുവിന് വേണ്ടി ഇരിക്കുന്ന മജ്ലിസാണ്. അതാണ് ഞാൻ ആദ്യം ഇവിടെ ഒരു പാടിയത്. സ്വാലിഹീങ്ങളുമായുള്ള ബന്ധമാണ് വിജയത്തിലെത്തുക. സ്വാലിഹീങ്ങളുമായി ഇടകലർന്ന് ജീവിച്ചോ, എന്നാൽ നിൽത്ത സ്വലാഹ ബിഹിം, നിനക്ക് സ്വലാഹി ലഭിക്കും എന്നാണ് പറയുന്നത്.
നമ്മൾ ഖുർആനിൽ ഓതുമ്പോൾ ഒരു ദുആ കാണാറില്ലേ, വതവഫനാ മഅൽ അബ്റാർ, ഞങ്ങൾ അബ്റാറിങ്ങളെ കൂടെ മരിപ്പിക്കണേ. എന്താ അബ്റാറിങ്ങളെ കൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കണ അതേ സമയത്ത് അബ്റാറിങ്ങൾ എന്നായിട്ട് അവിടെ കൂടാന്നോ? അതിൻ്റെ അർത്ഥം എന്താ? അബ്റാറിങ്ങളെ കൂടെ എന്ന് പറഞ്ഞാൽ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മഹാന്മാരുടെ അർവാഹിയുടെ സാന്നിധ്യം ഉണ്ടാവലാണ്. ആ മഅയ്യത്താണത്. വതവഫനാ മഅൽ അബ്റാർ. ആ മഅയ്യത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സദസ്സ് അല്ലാഹു തആല നമ്മുടെ ഈമാൻ ഏറ്റി തരട്ടെ. അപ്പോൾ ഇത്തരം മഹാന്മാരെ സ്നേഹിക്കുമ്പോൾ അത് അള്ളാഹുലേക്കുള്ള മഹബത്തായി തീർച്ചയായിട്ടും ആകും. അറിയില്ലേ? ഒരായത്തും കൂടി ഓതി ഞാൻ ചുരുക്കുകയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അതല്ല, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അൽ ബഖറ സൂറത്തിലെ ഒരു ആയത്താണത്. ആ ആയത്തിൽ പറയുന്ന അള്ളാഹിനെ സ്നേഹിക്കുന്ന ശരിക്ക് വേറെ കുറേ ആളുകളുണ്ട്, അവരൊക്കെ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിച്ച് നടക്കുക. നമ്മളെ കൽബിലൊക്കെ ഒന്നാമത്തെ സ്നേഹം അള്ളാഹു ആവണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ, വമിനൻ നാസി മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ, അവർ അള്ളാഹു അല്ലാത്ത മറ്റു പല ഇലാഹുകളെയും വെച്ചു പുലർത്തുന്നവരാണ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവർ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ വല്ലദീന ആമനു, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർ അള്ളാഹുവിനെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. അള്ളാഹു ആ കൂട്ടത്തിലാക്കി തരട്ടെ. മനസ്സിലായി? ആ പദം ഉണ്ടല്ലോ, ഭയങ്കര ഒരു മനസ്സിന് റാഹത്തുണ്ടാകും. വല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹ് പ്രത്യേകം പറയാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞത് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അവർ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏറ്റവും സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹിനെ എങ്ങനെ സ്നേഹിക്കാം? അല്ല, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹിനെ എങ്ങനെ സ്നേഹിക്കാം? ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. അള്ളാഹുവിനെ ഏറ്റവും സ്നേഹിച്ച് പരിചയമുള്ള ആളില്ലേ? ആരാത്? ബഹുമാനപ്പെട്ട ശൈഖുനാ ശൈഖുൽ മുതഖദ്ദിമീന വൽ മുതഅഖിരീന ഗൗസുസ് സഖലൈനി ഖുതുബുൽ കൗനൈനി സയ്യിദുൽ ഔലിയാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു ഇബാറത്തുണ്ട്, ഇന്ന മഹബ്ബത്തല്ലാഹി ലാ യഹ്സുലു ഇല്ലാ ബി മഹബ്ബത്തി അഹ്ലില്ലാഹി വസുഹബത്തിഹിം. അള്ളാഹു കൂട്ടത്തിലാക്കി തരട്ടെ. നല്ല രസമുള്ള ഒരു ഇബാറത്ത്. ഇന്ന മഹബ്ബത്തല്ലാഹ്, അള്ളാഹിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ലാ യഹ്സുലു, അത് കിട്ടൂല, ഇല്ലാ ബി മഹബ്ബത്തി അഹ്ലില്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ സ്നേഹിക്കൽ കൊണ്ടല്ലാതെ. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ സ്നേഹിക്കണം, അപ്പോഴേ അള്ളാഹു സ്നേഹം കിട്ടും. ഇന്ന മഹബ്ബത്തല്ലാഹി ലാ യഹ്സുലു ഇല്ലാ ബി മഹബ്ബത്തി അഹ്ലില്ലാഹ്. അഹ്ലുല്ലാഹ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും വലിയ മഹാന്മാർ ബദരീങ്ങൾ തന്നെ. അവരെ സ്നേഹിച്ചാൽ അള്ളാഹിനെ സ്നേഹിക്കലായി. ഇന്ന മഹബ്ബത്തല്ലാഹി ലാ യഹ്സുലു ഇല്ലാ ബി മഹബ്ബത്തി അഹ്ലില്ലാഹി വസുഹബത്തിഹിം. അവരുടെ കൂടെ സുഹബത്തും വേണം. അപ്പോൾ മരിച്ചവരോട് എങ്ങനെ സുഹബത്ത് ഉണ്ടാവും? ആത്മീയമായ സുഹബത്ത് ഉണ്ടാവും. നമ്മൾ അവർക്ക് യാസീനോദി നമ്മൾ അവരെ സ്മരിച്ച് ഇങ്ങനത്തെ മജ്‌ലിസുകളിലൊക്കെ പങ്കെടുത്താൽ ഹുദൂർ ഉണ്ടാവും. ബഹുമാനപ്പെട്ട ബദരീങ്ങൾ ഹുദൂർ ഉണ്ടാവും. ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ, അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരെ ക്ലാസ്സിൽ പങ്കെടുത്ത, ബുഖാരി ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു ശിഷ്യൻ ചമ്മാട്ടി അർസലക്ക് ഓദീന അബ്ദുള്ള ദാരിമി വളമങ്ക എന്നോട് പറഞ്ഞു, ബദരീങ്ങളെ ചർച്ച വരുന്ന ഹദീസിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, കുട്ടികളൊക്കെ നാളെ നമുക്ക് ബദരീങ്ങളെ പറ്റിയാണ് ഓതാനുള്ളത്. എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ തലപ്പാവൊക്കെ കെട്ടി സുഗന്ധമൊക്കെ പറ്റി വരണം. ക്ലാസ്സിക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട ബദരീങ്ങളെ ഹുദൂർ ഇവിടെ ഉണ്ടാകും.
ആര്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഉസ്താദ്. അള്ളാഹു അവരൊക്കെ ദറജയേറ്റി കൊടുക്കട്ടെ. വലിയ മഹാന്മാരായിരുന്നു. ബദരീങ്ങൾ ഹുദൂർ ഉണ്ടാവും. വെറുതെ തമാശയ്ക്ക് നോണ അറിയില്ലത്, തമാശയ്ക്ക് വരല്ലത്, അതൊക്കെ കാര്യത്തിലെ വർത്താനാണ്. ഹുദൂർ ഉണ്ടാകും. അത് ഹുദൂർ ഉണ്ടാവും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇൻകുന്തു മുഅ്മിനീൻ ഫതമന്നവൽ മൗത ഇൻകുന്തു മുഅ്മിനീൻ്റെ തഫ്സീറിൽ ഞാനിത് കാണുന്നു എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, വഫാത്തിന് സമയത്ത് കാണുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് അവരുമായുള്ള ഒരു ബന്ധം അതാണ് ഈ അള്ളാഹുവിനോടുള്ള മഹബത്ത് പറഞ്ഞത്. ഇന്ന മഹബത്തല്ലാഹി ലാ യഹ്സുലു ഇല്ലാ ബി മഹബത്തി അഹ്ലില്ലാഹി വസുഹബത്തിഹിം. സുഹബത്ത് വേണം. ആ സുഹബത്ത് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള മജ്ലിസുകളും ബഹുമാനപ്പെട്ട മഹാന്മാരുമായുള്ള ബന്ധമാണ് വിജയത്തിലെത്തിക്കുക. അതൊരു കണക്ഷനാണ്, അതൊരു ഉർവത്തുൽ ഉസ്ഖയാണ്. അത് ഒരിക്കലും പൊട്ടാത്ത ശക്തിയുള്ള കയറാണ്. ആ കയറിൻ്റെ ഒരറ്റം കിടക്കുന്ന മദീനയിലാണ്. അതിൽ നാം ഉറച്ചു നിൽക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മജ്ലിസുൻ നൂർ ഇവിടെ ആരംഭിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എത്താനായിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ ഏറ്റവും നല്ല ഒരു ഹൃദയ സാന്നിധ്യവും ഈമാനും തഖ്വയും കൂടാൻ ഇടയ്ക്കെടുക്കുന്നു. കൂടിയാൽ തന്നെ നല്ലതാണ്. മനസ്സിലായില്ലേ? മുഅ്മിന് സഅ അങ്ങനെ പറയാറുണ്ട് സ്വഹാബത്തുനിന്ന്. നമ്മൾ കുറച്ചേരം മുഅ്മിനാകില്ലേ എന്ന് പറയും. എന്താ മുഅ്മിനല്ലേ, അവരൊക്കെ വലിയ മുഅ്മിനല്ലേ. പിന്നെന്താ മുഅ്മിന് സഅ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ തന്നെ ഈമാൻ കൂടുന്ന. നിങ്ങളിപ്പോൾ ഇങ്ങോട്ടൊന്നും വരാതെ വരി ഉത്തർന്നാലും ഈ ആവേശം കിട്ടൂല. ഈമാനികമായ ആവേശമാണ് പെട്ടുള്ളത്. ഭൗതികമായ താല്പര്യം ഇതിൻ്റെ പിന്നിലില്ല. നമ്മൾ വരി കുത്തന്നെ കിടന്നുറങ്ങിയത് കിട്ടൂല. ഇങ്ങനെയുള്ള സദസ്സുകൾ പങ്കെടുത്താൽ നമുക്ക് ഈമാൻ കൂടും. ഈമാൻ കൂടുമ്പോൾ അമൽ ചെയ്യാൻ താല്പര്യം കൂടും. അള്ളാഹു എന്നൊരു ചിന്ത കൽബിലേക്ക് വരും. അപ്പോൾ ഖൗഫ് കൂടും. അങ്ങനെ അമൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. അള്ളാഹു അങ്ങനെയുള്ള സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദൊക്കെ വഫാത്തായ മാസമാണിത്. എൻ്റെയും ഫാറൂഖ് ഉസ്താദിൻ്റെ ഒക്കെ വർഷങ്ങളോളം ഉസ്താദാണ്. എല്ലാ ദിവസവും ബദരീങ്ങളെ പേര് പറയും. ചെല്ലും. ഒരു ചെറിയ ഏടുണ്ട് കയ്യിൽ, അത് കാറുന്നോ അല്ലെങ്കിൽ വണ്ടിയെന്നോ ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ബദരീങ്ങൾ അസുമാവ് ചെല്ലാത്ത ദിവസമില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുൽ ഉലമ ഞങ്ങൾ കാണാറുണ്ട്. അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. അതൊക്കെയാണ് തങ്ങൾ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവളെ എത്തിയിട്ടുണ്ട്. ഒരു സഹോദരി സുഖമില്ലാതെ കോട്ടക്കൽ മിംസ് ICയിലാണ്. പ്രത്യേകം ദ്വാരക്കാൻ പറയുന്നത്. തങ്ങൾ ദ്വാരക്കും. അള്ളാഹു ആ സഹോദരിക്ക് പരിപൂർണ്ണ ഷിഫ നൽകട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.